മനോരമ ഓൺലൈൻ ബിസിനസ് ആൻഡ് മണി ഇന്നത്തെ പ്രധാന ബിസിനസ് വാർത്തകൾ. ജെൻസി കുട്ടികൾക്ക് ഇതെങ്ങനെ മനസ്സിലാകുമെന്നറിയില്ല. പണ്ട് ക്രിക്കറ്റ് ലോകം അടക്കി വാണിരുന്ന ഒരു ആഫ്രിക്കൻ ടീമുണ്ടായിരുന്നു. ആൻഡി ഫ്ലവറും ഹെൻറി ഒലോങ്കയുമൊക്കെ നയിച്ച ആ സിംബാബ്വെ ടീം ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ്. 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ വരെ തോൽപ്പിച്ച ടീമിനെ നയിക്കുന്നത് ഒരു പാകിസ്ഥാൻകാരനാണെന്നതും പ്രത്യേകത. എന്നാൽ ക്രിക്കറ്റിന് പുറമെ സാമ്പത്തിക മേഖലയിലും വമ്പൻ കംബാക്ക് നടത്തിയ കഥയാണ് സിംബാബ്വെക്ക് പറയാനുള്ളത്. വായിക്കാം മനോരമ ഓൺലൈൻ ബിസിനസ് ആൻഡ് മണിയിൽ. ഇനി സ്വർണ്ണവിലയാണ്. രാജ്യാന്തര വിപണിയിൽ വില 2% ഇടിയുകയും പിന്നീട് 1% കയറുകയും ചെയ്ത ദിവസമായിരുന്നു ഇന്ന്. എന്നിട്ടും കേരളത്തിലെ വില മാറിയില്ല. അടുത്ത ദിവസങ്ങളിലും വില ചാഞ്ചാടി കളിക്കാനാണ് സാധ്യത. സമാധാന ചർച്ചകൾക്ക് ശേഷവും ഇറാനും യുഎസും മധ്യേഷ്യയിൽ സേനാവിന്യാസം നടത്തുന്നതിൽ വിപണിക്ക് ആശങ്ക. കൂടുതൽ പടക്കോപ്പുകൾ എത്തിച്ച് യുഎസും ഹൊർമൂസ് കടലിടുക്ക് അടച്ച് ഇറാനും കോപ്പുകൂട്ടുന്നത് വലിയ യുദ്ധത്തിനാണോ? IPL ചാമ്പ്യന്മാരായ RCB ടീമിനെ വാങ്ങാൻ വൻ തിരക്ക്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അദാർ പൂനാവാലയും മണിപ്പാൽ ഗ്രൂപ്പ് ചെയർമാൻ രഞ്ജൻ ബയ്യും അടക്കമുള്ള 10 പേരാണ് കിങ് കോഹ്ലിയുടെ ടീം വാങ്ങാൻ രംഗത്തുള്ളത്. എത്ര കോടിയുണ്ടെങ്കിൽ ഈ ടീമിനെ വാങ്ങാമെന്നറിയാമോ? RCB ആരാധകരുടെ കമന്റുകൾ പോരട്ടെ. ബിസിനസ് രംഗത്തെ അപ്ഡേറ്റുകൾക്കും വിശദമായ വായനയ്ക്കും സന്ദർശിക്കൂ മനോരമ ഓൺലൈൻ ബിസിനസ് ആൻഡ് മണി.